നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനം. ചേർത്തല സ്വദേശി KS അനുരാഗിന് കൂടൽമാണിക്യം ദേവസ്വം അഡ്വൈസ് മെമ്മോ അയച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം. സംഘാടക സമിതി രൂപീകരിച്ചു. പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനം. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. വാർത്തകൾ വിശദമായി. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ച ചേർത്തല സ്വദേശി KS അനുരാഗിന് കൂടൽമാണിക്യം ദേവസ്വം അഡ്വൈസ് മെമ്മോ അയച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന ദേവസ്വം ഭരണസമിതി യോഗം കഴക തസ്തികയിൽ അനുരാഗിനെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് അനുരാഗിന് ഉച്ചയോടെ സ്പീഡ് പോസ്റ്റ് വഴി അഡ്വൈസ് മെമ്മോ അയച്ചത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് TV ഹരികൃഷ്ണൻ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഹർജിക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാനോ ആവശ്യമായ രേഖകൾ ഹാജരാക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ലെന്ന് കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. അതുകൊണ്ട് കേസ് തള്ളിയത്. അവർക്ക് അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് CK ഗോപി ചൂണ്ടിക്കാട്ടി. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകം തസ്തികയിൽ നിയമനത്തിനായി ഒരു വ്യക്തിക്ക് പോസ്റ്റിംഗ് ഓർഡർ നൽകിയ സമയത്താണ് കേസ് വന്നത്. കേസ് ഇപ്പോൾ തീർപ്പായ സാഹചര്യത്തിലാണ് KDRB നിയമിച്ചയാളെ കഴകം തസ്തികയിൽ നിയമിക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചതെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇന്നുവരെ തന്ത്രിമാർ കഴകം ജീവനക്കാരെ നിയമിച്ചതിന്റെ രേഖകളില്ല. കഴകം ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനാണ്. ഇപ്പോൾ ആ ചുമതല KDRBക്കാണ്. KDRBയാണ് ഇപ്പോൾ തന്ത്രി മേൽശാന്തി ഒഴികെയുള്ള എല്ലാ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരെയും നിയമിക്കുന്നത്. KDRB റിക്രൂട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള ചുമതല ദേവസ്വം മാനേജ്മെന്റിനുണ്ട്. ആ ചുമതല ദേവസ്വം നിർവഹിക്കുമെന്നും അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ശനിയാഴ്ച രാവിലെ നടന്ന ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തന്ത്രി പ്രതിനിധി ഒഴികെയുള്ള ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, രാഘവൻ മുളങ്ങാടൻ, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, VC പ്രഭാകരൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവർ പങ്കെടുത്തു. തന്ത്രി പ്രതിനിധി യോഗത്തിനെത്താതിരുന്നത് സാങ്കേതിക കാരണങ്ങളാലാണെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി അഡ്വക്കേറ്റ് CK ഗോപി പ്രതികരിച്ചു. അതേസമയം ദേവസ്വത്തിന്റെ ഉത്തരവ് ലഭിച്ചാൽ ജോലിയിൽ കയറാനാണ് തീരുമാനമെന്ന് KS അനുരാഗും പ്രതികരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിൽ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന് സ്ഥിര നിയമനം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജിയിൽ 12/9/2025 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്, ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ആ കേസിലെ ഹർജിക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്ക് തെളിയിക്കാനോ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യാനോ സാധിച്ചില്ല. അതുകൊണ്ടാണ് കോടതി ആ കേസ് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇനി എന്തെങ്കിലും അവകാശങ്ങളുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അത് ബഹുമാനപ്പെട്ട സിവിൽ കോടതിയെ സമീപിച്ച് അതിന് പരിഹാരം കണ്ടെത്താമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KDRB കഴകം നിയമനത്തിന് ഒരു വ്യക്തിനെ അവരുടെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റിംഗ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കേസ് വന്നത്. ഈ കേസ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ KDRB നിയമിച്ച ആ വ്യക്തിയെ ക്ഷേത്രത്തിൽ കഴകം പോസ്റ്റിൽ നിയമിക്കാനായിട്ട് ഇന്ന് ചേർന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനത്തിൻ്റെ അറിയിപ്പ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. 7 പേരാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ളത്. അതിൽ 6 പേരും മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. അഡ്മിനിസ്ട്രേറ്ററും പങ്കെടുത്തിരുന്നു. തന്ത്രി പ്രതിനിധിനെ രേഖാമൂലം അറിയിച്ചിരുന്നു പങ്കെടുക്കണമെന്ന്. അദ്ദേഹം അറിയിപ്പ് ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ സാങ്കേതിക കാരണത്താൽ ആൾ എത്തിച്ചേർന്നിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഭരണഘടനാപരവും കാലാനുസാരിയുമായ വിധി സ്വാഗതം ചെയ്യുന്നതായി CPIM ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. വിധിയുടെ പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് CK ഗോപി നേതൃത്വം നൽകുന്ന കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി
ശനിയാഴ്ച രാവിലെ അടിയന്തര യോഗം ചേർന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തെരഞ്ഞെടുത്ത KS അനുരാഗിന് നിയമന ഉത്തരവ് അയച്ച നടപടിയെ CPIM ഏരിയ കമ്മിറ്റി അഭിനന്ദിച്ചു. നവോത്ഥാന കാലത്തിന്റെ ആശയഗതികൾക്കൊപ്പം ഉയർന്നുവന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൂടെയും അവയ്ക്ക് തുടർച്ചയായി കടന്നുവന്ന സാമൂഹ്യനീതിക്കായുള്ള പോരാട്ടങ്ങളിലൂടെയും ചരിത്രമെഴുതിയ ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കണമെന്നും CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം സംഘാടക സമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖയായ വികസന പഥം 2020-2025 പ്രകാശനം ചെയ്തു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് അമനത്ത്, രഞ്ജിനി ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സന്തോഷ് TA, ഹൃദ്യ അജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയരാജ് KN, ലതാ വിജയൻ, ജോസ് മുഞ്ഞേലി, സുമ അശോകൻ, ലാലി വർഗീസ്, സുനിൽ കുമാർ PA, ജൂലി ജോയ്, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മാത്യു പോൾ ഊക്കൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ജയ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് നന്ദിയും പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞു. ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് എന്നാണ് പൂമംഗലം പഞ്ചായത്തിനെ വിശേഷിപ്പിക്കുക. കുറച്ച് പണമേ ഉള്ളൂ. പക്ഷേ നികുതി ജനങ്ങൾ 100% നികുതി പിരിവിൽ സഹകരിക്കുന്ന ഒരു പഞ്ചായത്താണ് എന്ന് അഭിമാനപൂർവ്വം പറയും. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതം കൊടുക്കുന്നത് 100% ഏറ്റവും ആദ്യം ജില്ലയിൽ പൂർത്തീകരിക്കുന്ന തുടർച്ചയായ ഭരണസമിതികളാണ്. ഈ ഭരണസമിതി എന്ന് മാത്രമല്ല, ജില്ലയിൽ പരിശോധിക്കുമ്പോൾ പദ്ധതി വിഹിതം 100% ആഗ്രഹിക്കുന്ന രീതിയിൽ ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്ത്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് 15-20 മികച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ അവാർഡ് ഈ പഞ്ചായത്തിന് ലഭിച്ചത്. അപ്പോൾ ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് അവാർഡ് തുക കിട്ടി. ആ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിലേക്ക് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആദ്യം 50 ലക്ഷം രൂപ തന്നു. പിന്നീട് 36 ലക്ഷം രൂപ രണ്ടാം ഘട്ടം തന്നു. മൂന്നാം ഘട്ടം 65 ലക്ഷം രൂപ തന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോലീസ് രാജ് അനുവദിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതു മാധവൻ പറയംവളപ്പിൽ, PT ജോർജ്, ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സതീഷ് കാട്ടൂർ, ഭാരവാഹികളായ ശങ്കർ പഴയാറ്റിൽ, മാഗി വിൻസെന്റ്, നൈജു ജോസഫ്, ഫിലിപ്പ് ഓളാട്ടുപുറം, അഷ്റഫ് പാലിയത്താഴത്ത്, AD ഫ്രാൻസിസ്, ND പോൾ, എബിൻ വെള്ളാനിക്കാരൻ, വിനോദ് ചേലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തുകയാണ്. പരാതിക്കാർ ചെല്ലുമ്പോൾ അവരെ മർദ്ദിക്കുന്നു. പ്രതികളോട് അതിക്രൂരമായ നിലപാട്, മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് വിരോധമുള്ള പല ആളുകളെയും മനഃപൂർവ്വം കേസിൽ കുടുക്കി അവരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് മർദ്ദിക്കുകയാണ്. പോലീസ് രാജാണ് ഇവിടെ നടക്കുന്നത്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത നിലയിലാണ് കേരളത്തിലെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കണ്ണുണ്ടെങ്കിൽ അദ്ദേഹം കാണേണ്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വകുപ്പിൽ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെയും. നാഥനില്ല കളരിയായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയെങ്കിലും ഒഴിയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.
ജയ് ജയ് കേരള കോൺഗ്രസ്, ജയ് ജയ് തോമസ് ഉണ്ണിയാടൻ, പോലീസ് രാജ് അവസാനിപ്പിക്കുക, പോലീസ് രാജ് അവസാനിപ്പിക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, പോലീസ് രാജ് അവസാനിപ്പിക്കുക. ജയ് ജയ് തോമസ് ഉണ്ണിയാടൻ, ജയ് ജയ് കേരള കോൺഗ്രസ്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം ചലച്ചിത്രതാരം ജൂനിയർ ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തോംസൺ ചിരിയങ്കണ്ടത്ത്, അഹമ്മദ് ഫസലുള്ള, സുമൻ ജി മുക്കുളം, സന്തോഷ് TB, അസ്ന, ജാക്ലിൻ J മെൻഡസ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ മുരളി MK സ്വാഗതവും ജനറൽ കൺവീനർ ലസിത നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതെന്റെ അപ്പാപ്പൻ പഠിച്ച സ്കൂളാണ്. അതുപോലെ തന്നെ എൻ്റെ അപ്പാപ്പൻ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പാപ്പൻ ആ സമയത്ത് ചെയ്യാറുള്ളത്, അപ്പാപ്പൻ ഏറ്റവും കുറവ് കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവ പരിപാടികളിലൊക്കെ അപ്പാപ്പൻ വേഗം പേര് കൊടുക്കും. അപ്പോ അപ്പാപ്പൻ എന്തായാലും ഉറപ്പിക്കാം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം അപ്പാപ്പൻ ഉറപ്പാക്കും. അങ്ങനെ ഒരു ഐഡിയ അപ്പാപ്പൻ്റെ ഉണ്ടായിരുന്നു. ഞാനിതുപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, പ്രൈസ് ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും കലാപരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദേവാലയത്തിലെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് കുരിശിന്റെ കപ്പേളയിൽ ലതീഞ്ഞ്, വിശുദ്ധ കുരിശിന്റെ നൊവേന, വഴിപാട് തിരിതെളിയിക്കൽ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നല്ല പൈതൃകമുള്ള ഇടവക, നല്ല പാരമ്പര്യമുള്ള ഇടവക. ഏത് വർഷമാണ് ഇത് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 928. 1103 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഇടവക ദേവാലയവും കപ്പേളയുമാണ് ഇത്. ഇന്ന് രൂപതയിലെ ഈ പ്രദേശത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വിശുദ്ധ കുരിശിന്റെ കപ്പേളയും ഇടവക ദേവാലയവും. തീർച്ചയായിട്ടും ഈ വർഷവും ഏറ്റവും ഗംഭീരമായി തീർച്ചയായിട്ടും ഈ വർഷവും മാപ്രാണം കാക്കനാടൻ കുട്ടൻ ഭാര്യ കോമളം അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. രാജേഷ്, രേഖ, കണ്ണൻ എന്നിവർ മക്കളും ശിഖ, രജിത എന്നിവർ മരുമക്കളുമാണ്. ഇരിങ്ങാലക്കുട യൂണിയൻ കോംപ്ലക്സ് റോഡിൽ മുക്കുളം ശ്രീധരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. വത്സല ഭാര്യയും മനോജ്, സിനി എന്നിവർ മക്കളുമാണ്. സിജു, സഹജൻ എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനം, ചേർത്തല സ്വദേശി KS അനുരാഗിന് കൂടൽമാണിക്യം ദേവസ്വം അഡ്വൈസ് മെമ്മോ അയച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം സംഘാടക സമിതി രൂപീകരിച്ചു. പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനം, കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.